ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറ്റിക്കുരുമുളക് ചെടിയെക്കുറിച്ചാണ്. വീട്ടാവശ്യത്തിന് കുരുമുളക് കിട്ടാൻ ഞാൻ ചെയ്യുന്നത് എന്താണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ ഒക്കെ കുറ്റിക്കുരുമുളക് ഇങ്ങനെ വളർത്തിയെടുക്കാൻ പരമാവധി നമുക്ക് 30 രൂപയോളമേ ചിലവ് വരുന്നുള്ളൂ. നമ്മളൊന്ന് മെനക്കെട്ടാൽ ഏറ്റവും നല്ല ലാഭം ഉറപ്പാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ കുരുമുളക് കൃഷി. കൃഷി പരിചരണം ഏറ്റവും എളുപ്പവും. അതുകൊണ്ട് തന്നെ ഒന്ന് മെനക്കെട്ടാൽ ഏറ്റവും നല്ല കൃഷിയാണ് കുരുമുളക്. ഇനിയിപ്പോൾ വലിയ കൃഷിയാക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കുരുമുളകെങ്കിലും നമുക്ക് സ്വന്തമായി കൃഷി ചെയ്തു വരാം. അതിന് വലിയ പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ചെടിച്ചട്ടിയിലും അതുപോലെ ഗ്രോ ബാഗിലും ഒക്കെ നമുക്ക് കുരുമുളക് കൃഷി ചെയ്യാൻ സാധിക്കും. വീടിൻ്റെ ടെറസിലോ മതിലിന് മുകളിലൊക്കെ ചട്ടികളിലോ ഗ്രോ ബാഗുകളിലൊക്കെ എളുപ്പത്തിൽ വളർത്താവുന്നതാണ് ഈ കുറ്റിക്കുരുമുളക്. വിളവെടുത്ത് തുടങ്ങിയാൽ വർഷം മുഴുവനും കുരുമുളക് ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് കുറ്റിക്കുരുമുളകിൻ്റെ തൈകൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ച തൈകളാണ്. ഇത് നടുന്ന വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിലൊക്കെ അതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ നഴ്സറികളിലും തൈകൾ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ കുരുമുളക് ചെടി നട്ട് പിടിപ്പിക്കേണ്ടത് നല്ല ഇളക്കമുള്ള നീർവാർച്ചയുള്ള മണ്ണിലാണ്. ഞാനിവിടെ ഗ്രോ ബാഗിലാണ് ഈ തൈകളൊക്കെ നട്ട് കൊടുത്തത്. പോട്ടി മിക്സിൻ്റെ കൂടെ നല്ല ഇളക്കം കിട്ടാൻ വേണ്ടി കുറച്ച് മണൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മണൽ ചേർത്ത് കൊടുക്കുന്നത് മണ്ണ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് ഞാൻ ഈ തൈയൊക്കെ നട്ടു കൊടുത്തത്. മണൽ ചേർത്ത് മണ്ണിൽ നടുക എന്നതാണ് ഒന്നാമത്തെ ടിപ്സ്. നമ്മൾ ഈ കുറ്റിക്കുരുമുളകിനെ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലുമൊക്കെ നട്ടു വളർത്തുമ്പോൾ 2 നേരവും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. മഴയുള്ളപ്പോൾ 2 നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. മഴയില്ലാത്ത സമയത്ത് നമ്മൾ 2 നേരവും നനച്ചു കൊടുക്കണം. അതുപോലെ ചെടി നട്ട് പിടിപ്പിച്ച് ചുവട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മാസത്തിലും എന്തെങ്കിലും വളം കൊടുക്കണം. അത് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ കോഴി വളമോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ കുറച്ച് മാത്രം കൊടുത്താൽ മതി. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഒരു 6 മാസം പ്രായമായ കുറ്റിക്കുരുമുളക് ചെടികളാണ്. ഇത് നിറച്ചും കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല കായ്കളും ഉണ്ടായിട്ടുണ്ട്. നല്ല വലിപ്പത്തിലുള്ള കായ്കൾ തന്നെ ഇതിലുണ്ടായിട്ടുണ്ട്. നമുക്കിതിന് കുറച്ച് വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വളമായിട്ട് എടുത്തിട്ടുള്ള ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. നമ്മൾ വളം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ മണ്ണൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. വേരൊന്നും പൊട്ടാതെ വേണം മണ്ണ് ഇളക്കി കൊടുക്കാനായിട്ട്. നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ചെടിയുടെ ചുവട് ഇളക്കി വേര് പൊട്ടിക്കരുത്. വേരുകൾ ഒരു ചെറുതെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ ദ്രുതവാട്ടം പെട്ടെന്ന് വന്ന് കുരുമുളക് ചെടി പെട്ടെന്ന് വാടി നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മണ്ണിളക്കിയതിന് ശേഷം വേണം ഇതുപോലെയുള്ള വളങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. അതുപോലെ ചാണകപ്പൊടി ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ജൈവ സ്ലറി ഉണ്ടല്ലോ, അതൊരു കപ്പ് എടുത്ത് നമ്മൾ 4 ഇരട്ടിയായി നേർപ്പിച്ചിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു വളമാണ് ജൈവ സ്ലറി. നമ്മൾ വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് പച്ചില വളങ്ങളൊക്കെ ഇട്ട് മൂടിക്കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ശീമക്കൊന്നയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതിടുന്നതാവും ഏറ്റവും നല്ലത്. ഇതുപോലെ പുതയിട്ട് കൊടുത്താൽ ഇതിലോട്ട് ചൂട് നേരിട്ട് ഏൽക്കില്ല. അതുപോലെ ഇലകളൊന്നും കരിഞ്ഞു പോകുന്നതും കുറയും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി വെച്ച ജൈവ സ്ലറിയാണ് തൊട്ട് അത് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നല്ലൊരു വളമാണ്. അപ്പോൾ ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. ഇതിലൊക്കെ നിറയെ കായ്കൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ കുരുമുളകിൻ്റെ ഇലകൾക്ക് മഞ്ഞളിപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എപ്സം സാൾട്ട് ഒരു 1/2 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ചില കുരുമുളക് ചെടിയിൽ ഇതുപോലെ തളിരിലകളൊക്കെ വരുമ്പോൾ കരിഞ്ഞു കാണാറുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്യൂഡോമോണസ് കലക്കി
ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ഈ സ്യൂഡോമോണസ് കലക്കി ചുവട്ടിൽ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം സ്യൂഡോമോണസ് കലക്കിയതിന് ശേഷം നമുക്ക് ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഇലയിലും തണ്ടിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ കുരുമുളക് ചെടിക്ക് വരുന്നൊരു രോഗമാണ് ദ്രുതവാട്ടം. വളരെ വേഗത്തിൽ തന്നെ ചെടി മുഴുവനായിട്ട് നശിച്ചു പോവും. അപ്പോൾ അതിന് നമുക്ക് ഈ സ്യൂഡോമോണസ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുരുമുളക് ചെടിയിൽ വരുന്ന കീടങ്ങളെ തടയാൻ നമുക്ക് വേണ്ടത് വേപ്പെണ്ണയും സോപ്പും ചേർന്നിട്ടുള്ള മിശ്രിതം തളിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ബിവേറിയയും കൊടുക്കുന്നതും നല്ലതാണ്. ഈ വേപ്പെണ്ണ സോപ്പ് ലായനി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ കുറ്റിക്കുരുമുളകിന് ധാരാളം കാൽസ്യം ആവശ്യമുള്ളൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ വർഷത്തിൽ 2 പ്രാവശ്യം കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമേറ്റോ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയും ചെയ്താൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമായ കുരുമുളക് കിട്ടിത്തുടങ്ങും. അപ്പോൾ ഇത് കണ്ടതിലൊക്കെ നിറയെ കുരുമുളക് ഉണ്ടായിട്ടുണ്ട്. നല്ല ഫ്രഷായിട്ട് കുരുമുളക് നമുക്ക് ദിവസവും ഇതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഇത് ഞാൻ മുമ്പ് നട്ടൊരു ചെടിയാണ് കേട്ടോ. ഇത് കണ്ടതൊക്കെ നല്ല വിളവെടുക്കാൻ പാകമായ കുരുമുളകാണ്. ഒരുപാട് ചെടികളൊന്നും വേണ്ട. ഒരു 2 or 3 ചെടികൾ ഉണ്ടായാൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് നമുക്ക് ഇതിൽ നിന്നും വിളവെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ തടത്തിൽ വെള്ളം കെട്ടി നിന്നാൽ ചെടി ചീഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാസത്തിലൊരിക്കൽ ചാണകപ്പൊടിയോ എന്തെങ്കിലും ജൈവവളമോ 1 പിടി വീതം ഓരോ ഗ്രോ ബാഗിലും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സ്ലറി രൂപത്തിലുള്ള വളങ്ങളും നേർപ്പിച്ച് നൽകുക. മഴയില്ലാത്തപ്പോൾ ദിവസവും 2 നേരവും നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേണ്ട കുരുമുളക് നമുക്ക് ഇതിൽ നിന്ന് വിളവും കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.